മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സണ്ണി ജോസഫ് എന്ത് പറയുന്നു നോക്കാം. മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. ആ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ നമുക്ക് കൃത്യം പറയാൻ പറ്റുമല്ലോ, വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സോണിയാജി ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അറിയാമല്ലോ. അപ്പം എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. ഇനിയൊരു ഡൽഹി യാത്ര ഉണ്ടാവോ? ഇനിയൊരു ഡൽഹി ചർച്ച ഉണ്ടോ? ഇനിയൊരു ഡൽഹി ചർച്ച ഉണ്ടോ? സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ വളരെ സന്തോഷവാനാണ്. അദ്ദേഹം ഇലക്ഷൻ സമയത്ത് കുറച്ച് പിരിമുറുക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ്. ശരീരഭാഷ വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു, പിന്നീട് ഒടുവിൽ പറഞ്ഞു ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഉണ്ടാകും, സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നാലും അറിയാമല്ലോ. അപ്പോൾ അല്പം അതുകൊണ്ട് സമയം പറയുന്നില്ല. അതായത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. അത് തന്നെ ഉണ്ടാകണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അത്രമേൽ ഈ ചർച്ചകൾ വഷളായിക്കൊണ്ടേയിരിക്കുന്നു. അത്ര വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ വിഷയം ഇങ്ങനെ ചൂടുള്ള ചർച്ചയായി വികാരപ്രകടനമായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരും അല്ലേ? തീർച്ചയായിട്ടും മന്ത്രിസഭയിലേക്ക് വരും. KPCC അധ്യക്ഷ സ്ഥാനത്ത് വേറൊരാൾ വരും. അങ്ങനെ അടുത്ത മന്ത്രിയാവാൻ ഒരുങ്ങുകയാണ്. ഒരു പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളോടുകൂടി തന്നെ കണ്ണൂരിൽ നിന്നുള്ള മന്ത്രിയായി സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരികയാണ്. പക്ഷേ ഇതിനെല്ലാം ആദ്യം ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ളതാണ് ഒരു കാലതാമസം.